Hi friends, welcome to Low Life and Layouts, my YouTube channel. Today I am going to discuss a new topic in ജ്യോതിഷം. ജ്യോതിഷത്തിലെ ഒരു പുതിയ കാര്യങ്ങൾ പറയുന്നത് മാർച്ച് 2 അർദ്ധരാത്രി മുതൽ ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചത്തിൽ മാളവിക യോഗത്തോടെ സഞ്ചരിക്കുന്നു. മാർച്ച് 2 മുതൽ 26 വരെ ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചത്തിൽ സ്ഥിതി ചെയ്യും. ശുക്രൻ മീനത്തിൽ ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന മുതൽ ചില രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. അതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ആദ്യത്തെ രാശി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക കാൽ. ആദ്യത്തെ കാൽഭാഗം. ശുക്രൻ മിത്രമായ ശനിയുടെ കൂടെയാണ് മീനത്തിൽ സഞ്ചരിക്കുന്നത്. മേടൻ രാശിക്കാർക്ക് ശനി 7.5 ശനിയാണ്. സാമ്പത്തിക ഉയർച്ച, കച്ചവടത്തിൽ ലാഭം എന്നിവ ഉണ്ടാവും. അതുപോലെ പെട്ടെന്ന് ധനം ലഭിക്കും. വാഹനാദി ലാഭം, ഭാര്യ ഭർത്താവ് എന്നിവരിൽ നിന്ന് ധനലഭ്യത. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിന് ഭാര്യയിൽ നിന്നും ധനലഭ്യത. മാത്രമല്ല അവർക്ക് അനർഹമല്ലാത്ത ധനം ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ധനം ലഭിക്കും. അതുപോലെ കടം കൊടുത്ത ധനം എന്നിവ ലഭിക്കും. ലോട്ടറി വഴിയുള്ള ധനലഭ്യതയ്ക്ക് സാധ്യത. 7.5 ശനിയുള്ളത് കാരണം ആരോഗ്യത്തിന് വിഷമത ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം അതിനാൽ വർദ്ധിപ്പിക്കണം. ശനിയാഴ്ച വ്രതമെടുക്കുക. അയ്യപ്പസ്വാമിക്ക് നീലാഞ്ജനം ഘടിപ്പിക്കുക. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റില സമർപ്പിക്കുക, അല്ലെങ്കിൽ അവിൽ നിവേദ്യം സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അടുത്തത് ഇടവൻ രാശിയാണ്. കാർത്തിക അവസാനത്തെ 2, 3, 4 പാദം, രോഹിണി, മകീരം ആദ്യത്തെ 1, 2 പാദം. ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്നത് ഇടവൻ രാശിക്കാർക്കാണ്. ജോലിയിൽ ഉയർച്ച, അപ്രതീക്ഷിതമായ ധനലഭ്യത, ലോട്ടറി ഭാഗം, കല്യാണം കഴിക്കാൻ ആഗ്രഹത്തിൽ കല്യാണം ഉറപ്പിക്കും, പ്രേമ സാഫല്യം ലഭിക്കും, അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് പുനഃസംഗമം, വാഹനം, വീട് എന്നിവ ലഭ്യത, എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും ലഭിക്കുന്നു. രാഷ്ട്രീയക്കാർക്ക് ഉയർന്ന സ്ഥാന ലഭ്യത, പക്ഷെ അവർ പണം ചെലവ് നിയന്ത്രിക്കണം. അതുപോലെ കച്ചവടക്കാർക്ക് ലാഭവരവിന് സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ദേവി ക്ഷേത്രത്തിൽ സിന്ദൂരാർച്ചന നടത്തുക. അടുത്ത രാശി മിഥുന രാശി. മകീരം 3, 4 പാദം, തിരുവാതിര, പുണർദം ആദ്യത്തെ 1, 2, 3 പാദം. ഇവർക്ക് മക്കൾ വഴി ധനലഭ്യത ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മക്കൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടും. പൂർവിക സ്വത്ത് ലഭ്യതയുണ്ടാകും. ജോലിയിൽ അനുകൂല മാറ്റം, സ്ഥാനക്കയറ്റം, ഭാര്യ ഭർത്താവ് ബന്ധം ശക്തിപ്പെടും. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർച്ച. ഇവർ ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം നടത്തുക. അടുത്ത രാശി കർക്കിടകം. പുണർദം അവസാന പാദം, പൂയം, ഐല്യം. ഇവർക്ക് ഭാഗ്യവർദ്ധനവ് ഉണ്ടാവും. ലോട്ടറി ഭാഗ്യം ഇവർക്കുമുണ്ട്. മാതൃസ്വത്ത് ലഭിക്കും. വിദേശയാത്ര അനുമതി ലഭിക്കും. വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി ലഭിക്കാനുള്ള സാധ്യത. പക്ഷെ മനസ്വസ്ഥത ഉണ്ടായിരിക്കും. അതിനാൽ ദേവീക്ഷേത്രത്തിൽ കടും പായസം കഴിക്കുക. അടുത്ത രാശി
കൂറി കന്നിക്കൂറി. ഉത്രം 2, 3, 4 പാദം. അത്തം ചിത്തിര ആദ്യത്തെ 1, 2 പാദം. ഭാഗ്യവർദ്ധനം ഉണ്ടാവും. ഇവർക്ക് കണ്ടകശനി ദോഷമുണ്ട്. പൂർവിക സ്വത്ത് ലഭിക്കും. ധനലാഭ്യത, ചെലവ് നിയന്ത്രിക്കുക. ഭർത്താവിന്റെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കണം. അതുപോലെ സ്വന്തം ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പുനഃസംഗമം ഉണ്ടാവും. ഇവർ ശിവക്ഷേത്രത്തിൽ ജലധാര കഴിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ കുടുംബക്ഷേത്രത്തിൽ ഗുളികന് വേണ്ടിയിട്ട് കരിക്ക് സമർപ്പിക്കുക. അടുത്ത രാശി, അവസാനത്തെ രാശി ധനു രാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം. ഇവർക്കും ലോട്ടറി ഭാഗ്യത്തിൽ സാധ്യതയുണ്ട്. അവിചാരിതമായ ധനലഭ്യത കാണുന്നു. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടും. മാതൃസ്വത്ത് ലഭിക്കും. കേസിൽ വിജയം സാധ്യത. ഇവർക്ക് കണ്ടകശനി ദോഷം ഇവർക്കും ഉണ്ട്. ശിവക്ഷേത്രത്തിൽ അതുകൊണ്ട് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം എന്നിവ കഴിക്കുക. ഇവിടെ പറഞ്ഞ ഫലം ചാരവശാൽ ഉള്ളതാണ്. അതിനാൽ കൂടുതലായി ജാതകം ഗണിച്ച് കൂടുതൽ ഫലം മനസ്സിലാക്കുക. താങ്ക് യു ടു ഓൾ.